രജനേ, എടീ രജനേ, വേഗം ഇവിടോട്ട് വാ. ആ അമ്മേ, പറഞ്ഞോളൂ. മോളെ, വൈകുന്നേരം നിധി ഇവിടേക്ക് വരുന്നുണ്ട്, ദാമാജിയും പിള്ളാരോടൊപ്പം. ആ ശരി. പിള്ളാരും വരുന്നുണ്ടോ? പിന്നല്ലാതെ, പിള്ളാരെ തനിച്ചാക്കിയിട്ട് വരാൻ പറ്റുമോ? അല്ലല്ല, ഞാൻ ഉദ്ദേശിച്ച അതല്ലമ്മേ. പക്ഷേ അവിടെ നിധി ചേച്ചിയുടെ അമ്മായിയമ്മ അവിടെ പിള്ളാരെ നന്നായി നോക്കില്ലേ, അതുകൊണ്ട്. നീ ഇങ്ങനെ ചിന്തിക്കുന്നത് തീരെ ശരിയായുള്ള കാര്യമല്ല. നീ എന്തിനാ ഈ കുട്ടികളെ ഇങ്ങനെ പേടിക്കുന്നത്? കുട്ടികൾ എന്ത് നിഷ്കളങ്കരാണ്, സാക്ഷാൽ ഭഗവാന്റെ സ്വരൂപങ്ങളാണ് അവർ. അയ്യോ, എന്റെ വീട്ടിലും ഇങ്ങനത്തെ കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ വീടും സ്വർഗമായി മാറിയനെ. നിധിയെ നോക്ക്, കല്യാണം കഴിഞ്ഞ് 3 വർഷത്തിനുള്ളിൽ അവർ ഒരു കുടുംബം തന്നെ ഉണ്ടാക്കി. 2 കുട്ടികളുണ്ടായവർക്ക്. അതല്ലാതെ വേറെ എന്താ വേണ്ടത്? എന്താ അമ്മേ, ഇനി മട്ടർ പണീരും രാജ്മാ അരിയും ഇതൊന്നും അമ്മയ്ക്ക് വേണ്ടേ? ആലോചിക്ക്, കുട്ടികളുണ്ടായാൽ ഞാൻ പിന്നെ അടുക്കള നോക്കില്ല. അപ്പോൾ എങ്ങനാ കാര്യം? മോളെ, എന്നാൽ നീ ഒരു നല്ല വാർത്ത കേട്ടോളൂ. നീ നിന്റെ അമ്മായി അമ്മയുടെ അരുമ അറിയാൻ പോവാ. നീ നിന്റെ ജീവിതത്തിൽ ഇതുവരെ വച്ചുണ്ടാക്കിയതെല്ലാം, അതെല്ലാം നിനക്ക് 9 മാസം ഞാൻ ഉണ്ടാക്കി തന്നോളാം. ആണോ? 9 മാസം വരെ? അപ്പോൾ അത് കഴിഞ്ഞോ? അത് കഴിഞ്ഞിട്ടും തരാം. നീ നല്ല കുട്ടികളെത്താ ആദ്യം എനിക്ക്. അതല്ലാതെ വേറെ ഒന്നും നീ എനിക്ക് തരണ്ട. തന്റെ അമ്മായിയമ്മ പറയുന്നത് കേട്ട് രജന ചിരിച്ചു. അവൾ അവിടെ നിന്നും തന്റെ മുറിയിലേക്ക് പോയി. അപ്പോൾ അമ്മായിയമ്മ പുറകിൽ നിന്ന് പറഞ്ഞു, എടീ, നീ എങ്ങോട്ടാ പോകുന്നത്? വൈകുന്നേരവും രാത്രിയും എന്താ കഴിക്കാൻ വേണ്ടതെന്ന് ചോദിക്ക്. എന്താ അമ്മ ഇപ്പോഴല്ലേ? എടീ, അത് നല്ല വാർത്ത കേട്ടിട്ട് ഞാൻ ചെയ്തു തരാം. അതുവരെ അടുക്കള നിന്റെ മാത്രം ഉത്തരവാദിത്തമാ, മനസ്സിലാക്ക്. വൈകുന്നേരം ചായയോടൊപ്പം നല്ല ഉള്ളിവട ഉണ്ടാക്കിത്താ. പിന്നെ രാത്രി കഴിക്കാൻ മട്ടർ പനീറും മിക്സ് വെച്ചും റൈത്തയും ഉണ്ടാക്ക്. മധുരത്തിന് പരിപ്പിന്റെ ഹൽവയും ഉണ്ടാക്ക്. അമ്മായിയമ്മ പറയുന്നത് കേട്ട് രചന തന്റെ തലയിൽ കൈവച്ച് പിന്നെ അവൾ ഒന്നും മിണ്ടാതെ അടുക്കളയ്ക്ക് നേരെ നടന്നുപോയി. എന്നാൽ അവൾ മനസ്സിനുള്ളിൽ ഒരു തീരുമാനമുണ്ടാക്കി. രചനയെ, നിനക്ക് ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ പെട്ടെന്ന് മക്കളെ ഉണ്ടാക്കിയേ പറ്റൂ. രചനയ്ക്ക് തോന്നി മക്കളുണ്ടായിക്കഴിഞ്ഞാൽ അവളുടെ എല്ലാ ദുരിതങ്ങളും മാറിക്കിട്ടുമെന്ന്. അന്ന് രാത്രി അവൾ ഇതിനെക്കുറിച്ച് ഭർത്താവ് കിഷനോട് പറഞ്ഞു. പക്ഷേ പെട്ടെന്ന് കുഞ്ഞിന്റെ കാര്യം എവിടെ നിന്ന് വന്നു? നമ്മളെല്ലാം തീരുമാനിച്ചതല്ലേ ഇതിനെക്കുറിച്ച് 2-3 വർഷം കഴിഞ്ഞിട്ട് ആലോചിക്കുമെന്ന്. പക്ഷേ ഞാനെന്റെ പ്ലാനങ്ങ് മാറ്റി. അമ്മ എന്തെങ്കിലും നിന്നോട് പറഞ്ഞോ? അത് അമ്മ ദിവസവും പറയാറുണ്ട്. തെറ്റായിട്ട് എന്താ ചോദിച്ചത്? ശരിയല്ലേ? ശരിയായ സമയത്ത് കല്യാണം കഴിഞ്ഞാൽ ശരിയായ സമയത്ത് കുട്ടികളും വേണമെന്നല്ലേ? പിന്നെ വല്ല കോംപ്ലിക്കേഷനുമായാൽ എന്തു ചെയ്യും? രചന പറയുന്നത് കിഷനും ശരിയായി തോന്നി. അങ്ങനെ അടുത്ത ദിവസം തന്നെ രണ്ടുപേരും ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് പോയി. അവളെ പരിശോധിച്ചതിനു ശേഷം രണ്ടുപേരും അവസാനം പാരന്റ്സ് ആവാൻ തീരുമാനിച്ചു. കൃത്യം 2 മാസത്തിനു ശേഷം. അമ്മേ കേട്ടോ, അമ്മ മുത്തശ്ശിയാകാൻ പോകുക. രചന പ്രഗ്നന്റാ. എന്റെ ദൈവമേ, താങ്കൾക്ക് ഒരുപാട് നന്ദി. വേഗം വേഗം വാ എന്റെ മക്കളെ. ഞാൻ ഈ ഒരു ദിവസം കാത്താണ് ജീവിക്കുന്നത്. മോളെ, ഇന്നു മുതൽ നീ ഒരു പണിയും ചെയ്യണ്ട. നീ ദിവസവും കഴിച്ചും കുടിച്ചും ഇവിടെ വിശ്രമിച്ചോ, കേട്ടോ? അയ്യോ വേണ്ടമ്മേ, ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാ. എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. വേണ്ട, ഞാൻ പറഞ്ഞാൽ പറഞ്ഞതാ. എനിക്ക് വരാൻ പോകുന്ന കൊച്ചുമക്കൾക്ക് ഒന്നും സംഭവിക്കരുത്, കേട്ടോ? നീ പോയി നിന്റെ റൂമിൽ വിശ്രമിക്ക്. കാദംബരി എന്തൊക്കെ പറഞ്ഞു അതെല്ലാം ചെയ്യാൻ തയ്യാറായി. അവർ പറഞ്ഞതുപോലെ 9 മാസവും രചനയെ കൊണ്ട് വീട്ടിൽ ഒരു പണിയും ചെയ്യിപ്പിച്ചില്ല. അങ്ങനെ രചനയുടെ ഡെലിവറി ദിവസം വന്നു. സന്തോഷിക്കൂ അമ്മേ, നിങ്ങളുടെ വീട്ടിൽ പെൺകുഞ്ഞാണ്. സിസ്റ്റർ, രചനയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്റെ കുഞ്ഞിന്? അമ്മയ്ക്കും കുഞ്ഞിനും ഒരു കുഴപ്പവുമില്ല. നിങ്ങൾ അകത്തു വന്നാൽ കാണാൻ പറ്റും. ഇങ്ങനെ പറഞ്ഞ് നഴ്സ് അവിടെ നിന്നും പോയി. കിഷൻ സന്തോഷത്തോടെ അമ്മയെ കെട്ടിപ്പിടിച്ചു. എന്നാൽ കാദംബരി ഒന്നും മിണ്ടാതെ നിന്നു. ഇത് കണ്ട് കിഷൻ പറഞ്ഞു, എന്താമ്മേ, എന്തുപറ്റി? ദൈവത്തോട് പിന്നെ നന്ദി പറയാം. ആദ്യം അകത്തു പോകാം. അമ്മയുടെ കൊച്ചുമോൾ അവിടെ കിടക്കുകയാ. ഇല്ല, ഞാൻ പോകില്ല. നീ സന്തോഷിക്കുന്ന എന്തിനാ? ഞാൻ അവളോട് കൊച്ചുമകനെ ചോദിച്ചപ്പോൾ അവൾ കൊച്ചുമകളെ തന്നിരിക്കുന്നു. അമ്മ എന്തായി പറയുന്നത്? അമ്മയും ഒരു സ്ത്രീയല്ലേ? അമ്മയ്ക്കും ഒരു മകളില്ലേ? എന്നിട്ട് കൊച്ചുമകൾ ജനിച്ചിട്ട് എന്തിനാ ഇങ്ങനെ പറയുന്നത്? എടാ, നിനക്ക് എന്തറിയാം? നിധി പ്രസവിച്ചപ്പോൾ ഞാനെന്റെ മരുമകളോട് പറഞ്ഞതറിയാമല്ലോ. ഇപ്പോൾ നിനക്കെന്താ വേണ്ടത്? നിന്റെ പെണ്ണുമ്പിളയെ ഞാൻ ആരതി എടുത്ത് ഒഴിയണോ? എനിക്കെല്ലാം അറിയാം. ഇവൾ ചെയ്തതെല്ലാം മനഃപൂർവ്വം തന്നെ ചെയ്തതാണെന്ന്. ഇനി മുൻപോട്ട് എന്താകുമോ എന്തോ. അമ്മ മതി, ഇന്നെനിക്ക് സന്തോഷമുള്ള ദിവസമാ. എനിക്ക് സന്തോഷം കളയാൻ വയ്യ. എല്ലാം പതുക്കെ ശരിയായിക്കോളൂ. ഇങ്ങനെ പറഞ്ഞ് കിഷൻ കുഞ്ഞിനെയും അമ്മയും കാണാൻ പോയി. എന്നാൽ കാദംബരി തിരിച്ചു വീട്ടിലേക്ക് പോയി. കിഷൻ തന്റെ അമ്മ ഇങ്ങനെ പെരുമാറുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. രചനയ്ക്ക് ഈ അവസ്ഥ വരുമെന്ന് അവളും പ്രതീക്ഷിച്ചില്ല. അമ്മേ, കുഞ്ഞിനെ ഒന്ന് നോക്കമ്മേ പ്ലീസ്.
എനിക്ക് നടുവ് വേദനിക്കുന്നു ഇവളെ എടുത്തെടുത്ത്. ഞാനിതിനെന്തിനെടുക്കണം? നിന്റെ കുഞ്ഞിനെ നീ തന്നെ നോക്കണം. ഹാ, എന്നും ഇതിനെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് കിടന്ന് ഉറങ്ങുന്നത് കണ്ടില്ലേ? ഇവിടെ വച്ചിട്ട് പോയി അടുക്കള നോക്ക്. പക്ഷേ അമ്മയല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് എനിക്ക് കൊച്ചുമകനെ വേണമെന്നാ, ഇതിനെയല്ല. നീ എന്താ വിചാരിച്ചത്? ഇതിനുവേണ്ടി നിന്നെ സേവിക്കുമെന്നോ? മറന്നേക്ക്. കാദംബരി രജനിയും കുഞ്ഞിനെയും നോക്കാൻ തയ്യാറായതേയില്ല. എന്നാൽ കിഷൻ കാരണം അവർ മിണ്ടിയതേയില്ല. പക്ഷേ അതവർ വിട്ടുകൊടുക്കാൻ തയ്യാറായതേയില്ല. അവൾ മകളെ പ്രസവിച്ചതുകൊണ്ട് രചനയ്ക്കവർ ശിക്ഷ കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അമ്മേ, കുഞ്ഞു കിടന്ന് ഉറങ്ങുവാ. അമ്മ വേഗം പറ, ഭക്ഷണം ഇന്ന് എന്താ കഴിക്കാൻ വേണ്ടതെന്ന്. ഞാനത് വേഗം ഉണ്ടാക്കിത്തരാം. ഇന്ന് ചോറിന്റെ കൂടെ മധുരക്കിഴങ്ങ് കറി കൂടെ ഉണ്ടാക്ക്. എനിക്കിന്നത് കഴിക്കാൻ തോന്നുന്നു. പക്ഷേ അമ്മേ, അത് ഉണ്ടാക്കാൻ ഒരുപാട് സമയമാകില്ലേ കുഞ്ഞ്? അപ്പോ നിന്റെ കുഞ്ഞിനെ ഓർത്ത് എനിക്ക് ഇഷ്ടമുള്ളതൊന്നും കഴിക്കണ്ടേ? നോക്കിക്കേ, എന്റെ അടുത്ത് നിന്റെ നാടകമൊന്നും നടക്കില്ല. എടി, ഞാനും പിള്ളാരെ നോക്കിയിട്ടുണ്ട്. അടുക്കള നോക്കുന്നതിന്റെ കൂടെ തന്നെ എല്ലാം നടക്കും. ഞാൻ നിന്നെപ്പോലെ മടിച്ചിയൊന്നും ആയിരുന്നില്ല. കാദംബരി അവളുടെ കുഞ്ഞിനെ നോക്കാൻ സഹായിച്ചതുമില്ല, അതുപോലെ വീട്ടിലെ കാര്യവും നോക്കിയില്ല. അങ്ങനെ എല്ലാ ദിവസവും എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് രചനയ്ക്ക് കൂടുതൽ പണികൾ കൊടുത്തു. രചന ഇതിൽ ഒരുപാട് തളർന്നിരുന്നു. എന്നാൽ വീണ്ടും വീട്ടിൽ ശാന്തത വരുത്താൻ വേണ്ടി അവൾ കിഷനോട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അവൾ ഒറ്റയ്ക്ക് ചെയ്തു. പതുക്കെ പതുക്കെ അവൾ തന്റെ കുഞ്ഞിനെ ഒക്കത്തും എടുത്തു വെച്ചുകൊണ്ട് അടുക്കളയിൽ പോയി ഒരുപാട് ബുദ്ധിമുട്ടി എല്ലാ ദിവസവും പാചകം ചെയ്യാനും തുടങ്ങി. അങ്ങനെ ഒരു ദിവസം, രജനെ, നീ എവിടെയാ? വേഗം വാ. എന്തുപറ്റി? എന്താ കുഴപ്പം? എന്തു കുഴപ്പം? ഇനി ഒരു കുഴപ്പമില്ലെന്നേ. നീ ബാങ്കിന്റെ ഒരു എക്സാം എഴുതിയിരുന്നില്ലേ? അതിന്റെ റിസൾട്ട് വന്നു. നിനക്ക് ജോലി കിട്ടി. ഇതാ നിന്റെ ഓഫർ ലെറ്റർ. പക്ഷേ ഞാനിതെങ്ങനെ ചെയ്യും? കുഞ്ഞും വളരെ കൊച്ചുകുട്ടിയല്ലേ, വീടും നോക്കണ്ടേ? നീ ഇനി ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. നീ ഇനി മുതൽ സന്തോഷിച്ചോ. ഈ വീട്ടിൽ നിനക്ക് നടക്കുന്നതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ദൈവം എല്ലാം കാണുന്നുണ്ട് രജനെ. നിന്റെ പോസ്റ്റിംഗ് ആ നഗരത്തിലാ. എവിടെയാണോ എന്റെ ബോസ് കഴിഞ്ഞ കുറേ മാസങ്ങളായി എന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുന്നിടത്ത്. ഇനി നമ്മൾ ഇവിടെ താമസിക്കണ്ട. നീയും ഞാനും എന്നേക്കും ഇവിടെ നിന്ന് പോകുക. കുഞ്ഞിന്റെ കാര്യവും ഓർത്ത് നീ വിഷമിക്കണ്ട. നമ്മൾ ജോലിക്ക് പോകുന്നതുകൊണ്ട് കുഞ്ഞിനെ നോക്കാൻ ഫുൾ ടൈം ഒരു മെയ്ഡിനെ നമുക്ക് വെക്കാം. കിഷൻ ഇത് പറഞ്ഞപ്പോൾ പുറകിൽ നിന്ന് കേട്ട കാദംബരി അവനോട് പറഞ്ഞു, എടാ, നീ ഇതെന്തൊക്കെയാ പറയുന്നേ? നിനക്ക് വട്ടായോ? ഞാനുള്ളപ്പോൾ നീ എന്തിനാ വേറെ വേലക്കാരിയൊക്കെ വെക്കുന്നത്? മോളെ, നീ ആ കുഞ്ഞിനെ എനിക്കിങ്ങ് താ. ആദ്യം നമുക്ക് അമ്പലത്തിലൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. നിക്ക്, നീ ഇവിടെ ഇരിക്ക്. ഞാൻ പോയി മോൾക്ക് കുറച്ച് മധുരമുണ്ടാക്കിക്കൊണ്ടുവരാം. കാദംബരിയുടെ മാറിയ സ്വഭാവം കണ്ട് രചനയുടെ വാ തുറന്നു. അവളുടെ അടുത്തു നിന്ന കിഷൻ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. ഈ സംഭവത്തിനു ശേഷം രചനയ്ക്ക് വളരെ സമാധാനമായി. ഇനി കുഞ്ഞിന്റെ ടെൻഷനുമില്ല, പിന്നെ അടുക്കളയുടേതും. രാവിലെയും രാത്രിയും നിന്ന് പാചകം ചെയ്യുന്നത്. റാംപൂർ നഗരത്തിലെ ഒരു വലിയ വീട്ടിൽ രാവിലെ 4 മണിക്ക് പൂജ ചെയ്യുന്ന ശബ്ദം ആ നഗരം മുഴുവനും മുഴങ്ങി. രാജറാണിക്ക് 36 മരുമക്കളുണ്ടായിരുന്നു. അവർ പുലർച്ചെ 4 മണിക്ക് തന്നെ ഭഗവാനെ പൂജ ചെയ്യാൻ തുടങ്ങും. അയ്യോ അമ്മ, എഴുന്നേറ്റോ? ഞാൻ സത്യത്തിലൊരു ഭാഗ്യശാലിയാ. ഞാൻ എന്റെ സ്വപ്നത്തിൽ കൂടി കരുതിയിട്ടില്ല രാവിലെ 4 മണിക്ക് എന്റെ വീട്ടിൽ പൂജയൊക്കെ നടക്കുമെന്ന്. ഇതിനുശേഷം എല്ലാ മരുമക്കളും വീട്ടിലെ പണികൾ ചെയ്യും. അയ്യോ മരുമക്കളെ, നിങ്ങൾ ഈ അതിരാവിലെ എവിടുന്നാ പച്ചക്കറി വാങ്ങിയത്? ഉന്തുവണ്ടിയിൽ ആരെയും ഞാൻ കണ്ടതേയില്ലല്ലോ. അമ്മേ, കടയിൽ പോയി ആരാണിപ്പോൾ പച്ചക്കറിയൊക്കെ വാങ്ങുന്നത്? ഇത് മോഹൻ ചേട്ടന്റെ കയ്യിൽ നിന്നും വാങ്ങിയതാ. ചേട്ടൻ രാവിലെ തന്നെ പോയി അയാളുടെ പറമ്പിൽ നിന്നും പറിച്ചെടുത്തുകൊണ്ട് വരുന്നതാ. പിന്നെ ചന്തയിൽ കൊണ്ടുവന്ന് വിൽക്കും. ഞങ്ങൾ നേരെ പറമ്പിൽ നിന്നും വാങ്ങിയതാ. നോക്കൂ, എത്ര സുന്ദരമായ ഫ്രഷ് പച്ചക്കറിയാണെന്ന്. എത്ര നല്ല ഗുണമുള്ള പച്ചക്കറിയാ. പാവയ്ക്ക, വഴുതന, ക്യാരറ്റ്. അമ്മയ്ക്ക് നാളെ മുതൽ പച്ചക്കറിയല്ലേ കഴിക്കേണ്ടത്, അതുകൊണ്ടാ. അവരത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു മരുമകളായ പൂജ വന്നു. അമ്മേ, അമ്മ പോയി വേഗം കുളിച്ചിട്ട് വാ. അമ്മയ്ക്ക് ചൂടുവെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. കൂടെ തുണികളും തേച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ലതാദേവി തനിയെ അവിടേക്ക് പോയി. കുറച്ചു സമയങ്ങൾ കഴിഞ്ഞു വന്ന് നോക്കിയപ്പോൾ അവിടെ ടേബിളിൽ തനിക്ക് വേണ്ടി 36 തരം ഭക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ആ ടിവിയും കൂടെ ഒന്ന് ഇടുമോളെ. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു നേരം പോക്കുമാകട്ടെ. അപ്പോൾ പെട്ടെന്ന് അവിടെ ലൈറ്റ് പോയി. അയ്യോ, ഇതെന്താ, കറണ്ട് പോയല്ലോ. നിൽക്കൂ, ഞാൻ വിളക്ക് കത്തിക്കാം. അപ്പോൾ പൂജ അവിടെയുള്ള വിളക്ക് കത്തിച്ചു. ആ വെളിച്ചത്തിൽ അവൾ പാട്ട് പാടാനും തുടങ്ങി. കുറച്ചുപേർ ഡാൻസും കളിച്ചു. ഇപ്പോൾ ശരിക്കും നല്ല വിനോദമില്ലേ അമ്മേ? ഹോഹോ, ഇങ്ങനത്തെ മരുമക്കളുണ്ടെങ്കിൽ എങ്ങനെ വിനോദമുണ്ടാകാതിരിക്കും? അവരത് പറഞ്ഞതും ഓരോരുത്തരായി മാഞ്ഞു പോകാൻ തുടങ്ങി.
അവരുടെ സ്വപ്നം പകുതിയിൽ അവസാനിച്ചു. നാശം പിടിച്ച മരുമക്കളെ, നിങ്ങളൊക്കെ എവിടെ പോയി? ഇതിന്റെ അർത്ഥം ഞാനിതൊക്കെ സ്വപ്നം കണ്ടതാണോ? അയ്യോ, എന്നാൽ എന്ത് നല്ല സ്വപ്നമായിരുന്നു. ലതാദേവിയുടെ ഒരേയൊരു മകനാണ് അജി. അവനൊരു നല്ല പെൺകുട്ടിയെ അവർ ആലോചിക്കുകയായിരുന്നു. അവൾക്ക് ആ 36 ഗുണവും ഉണ്ടായിരിക്കണം. സ്വാമിജി, എനിക്ക് എങ്ങനത്തെ മരുമകളെ വേണമെന്നാൽ അവൾക്ക് നല്ലതുപോലെ പാചകമറിയണം, പൂജ ചെയ്യാൻ അറിയണം, പാട്ടുപാടാൻ അറിയണം, ഡാൻസും ചെയ്യാൻ അറിയണം, പിന്നെ മൂത്തവരെ ബഹുമാനിക്കാനും അറിയണം. മൊത്തത്തിൽ ചുരുക്കി പറഞ്ഞാൽ 36 ഗുണങ്ങളുള്ള മരുമകളെ വേണം. ഇതാ 36 ഗുണമുള്ള പെൺകുട്ടി നിഹാരിക. ഈ കുട്ടിയുടെ ജാതകം സാക്ഷാൽ ദൈവത്തിന്റെ ജാതകമാ. 36 ഗുണം. നിങ്ങളുടെ മകന്റെ ജീവിതം ഇവളുടെ കൂടെയാണ്. മംഗളമായി നടക്കുമല്ല. സംസാരം അങ്ങനെ തന്നെ തുടർന്നു. പെണ്ണുകാണൽ ചടങ്ങിനു ശേഷം ആ ബന്ധവും ഉറപ്പിച്ചു. കല്യാണം കഴിച്ച് നിഹാരിക അമ്മായിയമ്മ വീട്ടിലും വന്നു. അമ്മായിയമ്മ കയ്യിൽ താലപ്പൊലിയുമായി അവളെ സ്വാഗതം ചെയ്യാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ഹോ, എന്തൊരു ചൂടായത്! ആരെങ്കിലും ഒന്ന് AC ഇടില്ലെങ്കിൽ ഞാൻ മയങ്ങി വീഴും. ഇതു പറഞ്ഞ നിഹാരിക തലയിലെ തട്ടം മാറ്റി. അയ്യോ, ആരോ അടിച്ചിട്ടു, എന്നെ അടിച്ചിട്ടു. സോറി അച്ഛാ, അബദ്ധത്തിൽ പറ്റിപ്പോയതാ. ആ, കുഴപ്പമില്ല, വാ. വന്ന് കുറച്ച് വിശ്രമിക്കൂ, ക്ഷീണം കാണും. നാളെ തന്നെ നിനക്ക് അടുക്കളയിലേക്ക് കയറാനുള്ളതല്ലേ. ആ നിമിഷം അവർ അവിടെ നിന്നും പോയി. അടുത്ത ദിവസം രാവിലെ നിഹാരിക വെസ്റ്റേൺ ഡ്രസ്സും ധരിച്ച് വെളിയിൽ വന്നു. ഗുഡ് മോർണിംഗ് അമ്മേ, കോഫിയാണോ? ഇല്ല ഇല്ല മോളെ, ഞാൻ കോഫി കുടിക്കില്ല. എനിക്ക് ചായ തന്നാൽ മതി. ഞാൻ അമ്മയോട് ഉണ്ടാക്കി തരാനാ പറഞ്ഞത്. ഞാൻ എന്തിനാ ഉണ്ടാക്കുന്നത്? നീ ഉണ്ടാക്കാൻ പോകുമല്ലേ? നീ ഇപ്പോൾ മരുമകളല്ലേ? പക്ഷേ എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. അറിയില്ലെന്നോ? ദൈവമേ, ഇതെന്തൊരു ചതിയാ എന്നോട് ചെയ്തത്. 36 ഗുണം പോയിട്ട് ഇവളുടെ അടുത്ത് ഒരു ഗുണം പോലുമില്ല. ഇവൾക്ക് ചായ പോലും ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ ആഹാരം ഉണ്ടാക്കും? അപ്പോൾ ലത മരുമകളെ ചായ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. ഇനി കുറച്ച് പഞ്ചസാര ഇട്. നിഹാരിക അതെടുത്ത് മുഴുവനായി ചായയിലേക്ക് കമഴ്ത്തി. എന്റെ പൊന്നു ദൈവമേ, ഈ പെങ്കൊച്ചിതെന്തൊക്കെയാണ് ഈ ചെയ്തു വെക്കുന്നത്? മോളെ, നീ ഇതൊക്കെ വിട്ട് പുറത്തു പോയി തുണി കഴുകാൻ നോക്കൂ, ഞാൻ ഭക്ഷണമുണ്ടാക്കാം. അമ്മ പറയുന്നത് പോലെ അമ്മേ. അങ്ങനെ ലതാദേവി തനിയെ പാചകം ചെയ്തു. അങ്ങനെ 3 മാസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം, അയ്യോ, അടുക്കളയിൽ കയറാൻ സമയമായല്ലോ, പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കണം. പെട്ടെന്ന് നിഹാരിക അവരുടെ കയ്യിൽ പിടിച്ച് ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുപോയി. ഇതൊക്കെ ആരാ മരുമകളെ ഉണ്ടാക്കിയത്? അമ്മേ, ഇതൊക്കെ അമ്മയുടെ മരുമകൾ കൈകൊണ്ടുണ്ടാക്കിയതാ. അമ്മയുടെ ആവശ്യമല്ലേ? 36 ഗുണമുള്ള മരുമകളെ അമ്മയ്ക്ക് കിട്ടി. ഇത് കേട്ടപ്പോൾ ലതാദേവിയുടെ കണ്ണു നനയാൻ തുടങ്ങി. അവർ തിരിഞ്ഞവളോട് ചോദിച്ചു, നന്നായിരിക്കും മരുമകളെ. ഇതിന്റെ ക്രെഡിറ്റ് അമ്മയ്ക്കുള്ളതാണമ്മേ. അമ്മ എന്നെ എല്ലാ ജോലികളും ചെയ്യാൻ പഠിപ്പിച്ചു. നിങ്ങൾ ഈ മരുമകളെ 36 ഗുണമുള്ള മരുമകളാക്കി. നിഹാരികയുടെ അമ്മായച്ചനും അമ്മായിയമ്മയും അവൾ ഉണ്ടാക്കിയത് കഴിച്ച് സന്തോഷിച്ചു. അങ്ങനെ നിഹാരികയും 36 ഗുണങ്ങളുള്ള മരുമകളുമായി. അങ്ങനെ അവർ സന്തോഷത്തോടെ ജീവിച്ചു. Thanks for watching.